ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സലാഡാണ് എഗ് സലാഡ്. വലിയ വെളുത്തുള്ളി ചതച്ചത്, ഒരു പകുതി സവാള, പിന്നെ ഒരു തക്കാളി, ഒരു പകുതി വലിയ കാപ്സിക്കത്തിൻ്റെ പകുതി, അതും ചെറിയ പീസുകളായിട്ട് അരിഞ്ഞത് എണ്ണയിൽ വഴറ്റിയിട്ട് അതിലേക്ക് പുഴുങ്ങിയ മുട്ട ചെറിയ പീസാക്കി അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താണ്. കുരുമുളകും ഉപ്പും പാകത്തിനാക്കി നമുക്ക് കഴിക്കാം. നമ്മൾ എഗ്ഗ് മുട്ട കൊണ്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം അരിഞ്ഞ് ചെറുതായിട്ടെടുക്കും. ഇതെല്ലാം എണ്ണയ്ക്കകത്ത് വഴറ്റിയിട്ട് പുഴുങ്ങിയ മുട്ട ചേർത്ത് ഇതിനകത്ത് കടല വേവിച്ചുകൊണ്ട് വെള്ളക്കടല വേവിച്ചുകൊണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ഇത് കൊള്ളാം, ഇത് തന്നെ ഒരു നേരം കഴിക്കാൻ തന്നെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രായമുള്ളവരുണ്ട്, ഇതൊക്കെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു ചപ്പാത്തിയും കൂടെ കഴിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ കഴിക്കാം. മുട്ട പുഴുങ്ങി ചെറിയ പീസാക്കി ചേർക്കാം, അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തും ചേർക്കാം. ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇതിൽ മറ്റു പച്ചക്കറികളും ഉണ്ടെങ്കിൽ ചേർക്കാം, ക്യാബേജോ. അതുപോലെ വേറെ ചെയ്യുന്നത് ബ്രൊക്കോളിയൊന്നും ഞാനധികം ഉപയോഗിക്കാറില്ല. നമ്മുടെ എന്താണ് ബ്രൊക്കോളി പോലെ ഇരിക്കുന്ന സാധനത്തിൻ്റെ എന്താണ് അതിൻ്റെ പേര്, അതും ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഉണ്ടായിരുന്നു, ചേർത്തില്ല. മതി, ഇത് തന്നെ ഉണ്ട്. ഒരു ചപ്പാത്തിയുടെ കഴിക്കാനായിട്ടുണ്ട്. അതിൻ്റെ മുട്ടയും ഉണ്ടല്ലോ, കൊള്ളാൻ ടേസ്റ്റാണ്. വൈകിട്ട് ഡിന്നറിനും ഇതേ ഫുഡ് തന്നെ കഴിക്കാം. ഒരു ചപ്പാത്തി, കുറച്ച് ചപ്പാത്തി അധികം വേണ്ട. ചപ്പാത്തി ഇല്ലെങ്കിലും വയറിന് പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഈ സലാഡ് മാത്രം തന്നെ കഴിക്കാം. ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കട്ടെ. ഓക്കെ, ഒരു ചപ്പാത്തിയും ഇത്രയും എഗ് സലാഡും അതിനോടൊരു പ്ലെയിൻ ടീയും ഇത്രയും മതി ബ്രേക്ക്ഫാസ്റ്റിന്. ഓക്കെ.